എല്ലാവർക്കും നമസ്കാരം. ബ്രിഞ്ചാൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. എടാ ബ്രിഞ്ചാൾ ചില്ലി ബ്രിഞ്ചാൾ പെപ്പർ ഒണിയൻ ഫ്രൈ. എല്ലാവർക്കും നമസ്കാരം. എന്താണ് ബ്രിഞ്ചാൾ തേങ്ങാക്കൊല. നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു പുതിയ ഡിഷുമായിട്ടാണ്. അതിനു മുമ്പ് എനിക്ക് എല്ലാവരോടും ഒരു താങ്ക്സ് പറയാനുണ്ട്. കാരണം കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല അഭിപ്രായമാണ് നിൽക്കുന്നത്. വീഡിയോ എല്ലാവരും നന്നായി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. ഇന്നത്തെ പുതിയ ഡിഷ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രിഞ്ചാൾ ചില്ലി പെപ്പർ ഫ്രൈ. ബ്രിഞ്ചാൾ ചില്ലി പെപ്പർ ഫ്രൈ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഒരു പുതിയ ഡിഷാണ് ഇത്. വഴുതനങ്ങ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ ബ്രിഞ്ചാൾ ചില്ലി പെപ്പർ ഫ്രൈയുടെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. മാരിനേഷനായിട്ട് നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 2.5 സ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ, വിനീഗർ ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. ഇനി മസാലയ്ക്കായിട്ട് വഴുതന 4 എണ്ണം, ഏലക്കായ 8 എണ്ണം ചതച്ചത്, കറുവപ്പട്ട ചെറുതായി നുറുക്കിയത് 8 എണ്ണം, കുരുമുളക് 1 സ്പൂൺ, സവാള 3 എണ്ണം, ഇഞ്ചി ചെറുതായി നുറുക്കിയത് 1 സ്പൂൺ, വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത് 1 സ്പൂൺ, പച്ചമുളക് 3 എണ്ണം, മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 1 സ്പൂൺ, ഗരം മസാല 1 സ്പൂൺ, ടൊമാറ്റോ സോസ് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്. വഴുതന ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് നമുക്ക് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. മുളക് പൊടി നമുക്കൊരു 2.5 ടീസ്പൂൺ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂൺ, വിനാഗിരി ഒരു 3 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ നമുക്ക് മാരിനേറ്റ് ചെയ്യാനുള്ള പൊടികളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇവരെ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മറ്റേ വഴുതനയിൽ തേച്ച് പിടിപ്പിക്കാം. മാരിനേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്കത് ഫ്രൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്യാം. പേടിച്ചില്ല.
ഒരു സൈഡ് ആയിരുന്നെങ്കിൽ മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു കണ്ടീഷനിൽ ആയാൽ മതി. ഇനി നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് അതിനുള്ള മസാല മേക്ക് ചെയ്യാനുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ നമുക്ക് മസാല മേക്ക് ചെയ്യാം. അത് നമുക്ക് ഓയിൽ വെച്ച് കൊടുക്കാം. ആദ്യമായിട്ട് തന്നെ ഏലക്കായ ഇട്ട് കൊടുക്കാം. ഏലക്കായിട്ടു ചതച്ച് വെച്ചിരിക്കുന്ന ഏലക്കായ. ഇനി കറുവപ്പട്ട, ഇനി കുരുമുളക്, സവാള ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം. നോക്കിയിട്ട് വെളുത്തുള്ളി നന്നായി തോട്ടാവണം. നമ്മളത് നന്നായിട്ട് വാടിക്കിട്ടണം. ഞങ്ങൾക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ഇതുപോലെ നന്നായി ഡ്രൈ ആയി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇടാം. നമ്മളെടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് പെപ്പർ ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മസാല ചേർക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ബ്രിഞ്ചാൾ ഇട്ട് കൊടുക്കാം. അതാണ് ഇനി ഫൈനൽ ടാസ്ക് എന്ന് പറയുന്നത്. ബ്രിഞ്ചാൾ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ചാർജ്
അടുത്ത ഡിഷ് റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഡിഷ് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഗാർണിഷ് ഒക്കെ ആയിട്ട് സൂപ്പർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാന്നുള്ള ഘട്ടത്തിലേക്ക് സൂര്യ ടേസ്റ്റ് ചെയ്യും. വേണ്ട ടേസ്റ്ററാണ്. ഓക്കെ, ചൂടുണ്ട്, വായ പൊളിക്കരുത്. ആണോ, ഇഷ്ടപ്പെട്ടോ? അപ്പോ നല്ല ടേസ്റ്റ് ഉണ്ട് ഗായ്സ്. അപ്പോ പിള്ളേർക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും. ഇത് സ്പൈസി ആണെങ്കിൽ കൂടി സാധാരണ വേറെ രീതിയിൽ ബ്രിഞ്ചാൾ വെക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും യാത്ര ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഡിഷുമായി വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യാം.